വെൽക്കം ടു സുജീസ് ഫുഡ് സ്റ്റോറീസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് നമുക്ക് ചക്കൽശ്ശേരിയുടെ റെസിപ്പി നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കച്ചോള ഒരു മീഡിയം വലുപ്പത്തിൽ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ചക്കച്ചോള ഇട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടിയും ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് 2 വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചെരുവിയതും കുറച്ച് ജീരകം 2 മണി കുരുമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു തരിതരിപ്പോടൊന്ന് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരയേണ്ട. എലിശ്ശേരിക്ക് കുറച്ച് ചക്ക എലിശ്ശേരിക്ക് പ്രത്യേകിച്ച് ഒരു തരിതരിപ്പോട് തേങ്ങ അരച്ചെടുക്കുന്നതായിരിക്കും രുചി. പിന്നെ നമ്മൾ വേവിച്ച ചക്ക ഞാൻ ഇവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ ശർക്കര. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതൊരു തിള വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും മിക്സി കഴുകിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി നല്ലൊരു തിള വരില്ലേ, തിള വരുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കൽശ്ശേരി ഇവിടെ റെഡിയായി. ചക്കൽശ്ശേരി എന്ന് പറയുമ്പോൾ ഇത്തിരി എരിവും കുറച്ച് മധുരമൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ. ഞാൻ ശർക്കര ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കും. എനിക്ക് ഇത്തിരി മധുരമുള്ള കറി ഇഷ്ടമാണ്. ചക്കൽശ്ശേരി ഇത്തിരി മധുരമുള്ളത് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചക്കൽശ്ശേരി ഇവിടെ റെഡിയായി. കറിയായി അടച്ച് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം കേട്ടോ തുറന്ന് ടേസ്റ്റൊക്കെ നോക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും കണിയൊക്കെ കണ്ട് സദ്യയൊക്കെ കഴിച്ച് വിഷുവൊക്കെ ആഘോഷിക്കുക.